അത് മലപ്പുറം കരുളായിലാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് മരിച്ചു എന്ന വാർത്ത വരുന്നത്. മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. വിവരങ്ങൾ പങ്കുവച്ച്. വിപിൻ, എത്രയോ കാലങ്ങളായി ഇങ്ങനത്തെ വാർത്തകൾ, ദുഃഖകരമായ വാർത്തകൾ വരുന്നു. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിൽക്കുന്നു. ഒപ്പം ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത. എന്താണ് വിവരങ്ങൾ കൂടുതൽ? വനത്തിനകത്ത് വെച്ചാണോ ഈ ആക്രമണം ഉണ്ടായത് വിപിൻ? പ്രജിൻ അതെ, വനത്തിന്റെ ഉള്ളിലാണ്, കരുളായി ഉൾവനത്തിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 6:30 കൂടി കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കിയ ശേഷം വീട്ടിലേക്ക് പനിക്കുള്ള മരുന്ന് വാങ്ങി വരികയായിരുന്നു മണി. ഈ ചോലനായ്ക്കർ പ്രാക്തന ഗോത്രവർഗമായിട്ടുള്ള ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മണി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാഞ്ചേരി പൂച്ചപ്പാറ ആ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു ഈ ആനയുടെ ഒരു മുന്നിൽ പെടുന്നത്. കണ്ണിക്കൈ എന്ന ഭാഗത്ത് ജീപ്പ് ഇറങ്ങി നടന്നു വരുന്നതിനിടയിലായിരുന്നു. കൂടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, കുട്ടി കയ്യിലും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആനയുടെ മുന്നിൽ പെടുകയും ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമുള്ളത്. അങ്ങനെ മണിയുടെ തലയ്ക്ക് ആന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും തലയ്ക്കാണ് മുറിവേൽക്കിരിക്കുന്നത്, തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കുട്ടി തെറിച്ചു വീഴുകയും ചെയ്തു. അതിനുശേഷം ആ കൂടെ ഉണ്ടായിരുന്നവർ കുട്ടിയെ എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ പക്ഷേ ഉൾവനത്തിന് ഉള്ളിലാണ്, നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഏകദേശം ഈ കരുളായിൽ നിന്ന് തന്നെ 20 കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ജീപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ ഇവരൊക്കെ, കുടുംബക്കാരൊക്കെ തന്നെ സ്ഥലത്തെത്തുകയും മണിയെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വനപാലകർ എത്തിയാണ് ആംബുലൻസ് സജ്ജമാക്കി അവിടെ നിന്ന് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതുവരെയൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം ഉള്ളത്. അപ്പോൾ തലയ്ക്കേറ്റ പരിക്കാണ് ഈ മരണകാരണമെന്നും അറിയുന്നു. പ്രജിൻ. കാട്ടാനാക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിയുന്നു എന്നുള്ളതാണ്. നമ്മൾ കുട്ടമ്പുഴയിൽ കണ്ടു, കോതമംഗലത്ത് കണ്ടു. പിന്നാലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3 ആഴ്ചക്കിടയിലെ 3ാമത്തെ മരണമാണ് ഇതിൽ കാട്ടാന ആക്രമണത്തിൽ പൊലിയുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ വനത്തിനകത്ത് വെച്ചാണ്. നമ്മൾ എന്താണ് പറയുക, ആരെയാണ് കുറ്റപ്പെടുത്തുക എന്ന ചോദ്യവും അവശേഷിക്കുകയാണ്.